നമസ്കാരം. മെയ് 4 കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലമറിയും. ഇടതുപക്ഷം പച്ച പിടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും ഏറ്റവും അധികം അലയടിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞു പോയതെന്ന് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്തംകമ്മികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ ഈ അന്തം കമ്മികളോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്കറിയാവൂ. അത് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് ഈ മണ്ടന്മാർ. മെയ് 4 കഴിഞ്ഞാൽ ഇവർ തോറ്റു എന്നുള്ള കാര്യം ഇവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി. എം വി ഗോവിന്ദൻ പറയുന്നത് 90-ലധികം സീറ്റുകൾ നേടി ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുമെന്നാണ്. എന്നാൽ ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവർ കണ്ടെത്തിയത് 75 സീറ്റ് കഷ്ടിച്ച് നേടുമെന്നും UDFിൻ്റെ കയ്യിലുള്ള 3-4 സീറ്റുകൾ ഇവർ പിടിച്ചെടുക്കുമെന്നുമൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴും അവർക്ക് ഈ തോൽക്കും എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ നേതാക്കന്മാരെ നയിക്കുന്നത്, ഇവരുടെ ചിന്താശക്തിയും ചിന്താശേഷിയും എന്താണ് എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്ന വിധത്തിലാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെയൊക്കെ കണക്കുകൂട്ടലുകൾ. കേരളത്തിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം, ഭരണവിരുദ്ധ വികാരം അത്രയേറെ അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോയതെന്ന്. പക്ഷേ ഇതുവരെ ഇത് മനസ്സിലാക്കാൻ CPM നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. 25 സീറ്റ് വരെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്നാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുള്ളത്. ധർമ്മടത്തുൾപ്പെടെ പാർട്ടിയുടെ ഉറച്ച കോട്ടകളിലൊന്നും തന്നെ കഴിഞ്ഞ തവണത്തേതിനു സമാനമായ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതേയില്ല പാർട്ടി. 10 മുതൽ 15 വരെ മണ്ഡലങ്ങളിൽ 3000 വോട്ടിനു താഴെ ഭൂരിപക്ഷത്തിലാണ് ഫലം നിർണ്ണയിക്കപ്പെടുക എന്നാണ് കണക്ക് കൂട്ടുന്നത്. പാർട്ടി വിട്ടവർ UDFിന് വേണ്ടി മത്സരിച്ച ഒരു സീറ്റിലും അവർ ജയിക്കില്ല എന്നാണ് പാർട്ടി പുറമേ പറയുന്നത്. പക്ഷേ അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും ഇവർക്ക് ആശങ്കയുണ്ട്. അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത് G. സുധാകരനാണ്. തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ അവിടുത്തെ പ്രാദേശികനായിട്ടുള്ള ശക്തനായ നേതാവ് TK ഗോവിന്ദനാണ്. അപ്പോൾ പാർട്ടിക്ക് തന്നെ അത്തരത്തിൽ ഒരു അങ്കലാപ്പുണ്ട്. അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും തങ്ങൾ പച്ച തൊടുമോ എന്നുള്ള കാര്യത്തിൽ. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള നഗരസഭാ പരിധിയിൽ അവർ അധികം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഈ ലീഗിൻ്റെ സ്വാധീന മേഖലയിലെ പല ബൂത്തുകളിലും 90% മുകളിൽ പോളിംഗ് നടന്നതും CPMന് വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലാകട്ടെ ഇടത് അനുകൂല വോട്ടുകൾ എത്രത്തോളം G. സുധാകരന് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായി പാർട്ടിക്ക് കണക്കാക്കാനും കഴിയുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉറപ്പുള്ള വോട്ടുകൾക്കൊപ്പം അനുഭാവി വോട്ടുകളുടെയും കണക്കെടുക്കാറുണ്ട് പാർട്ടി. ഇത്തവണ ഉറപ്പുള്ള വോട്ടുകളുടെ കണക്ക് മാത്രമാണ് പാർട്ടി ശേഖരിച്ചത്. അതായത് അവർക്ക് തന്നെ ഉറപ്പുണ്ട് തോൽവി ഏകദേശം ആഗതമായി കഴിഞ്ഞു എന്നുള്ളത്. യാഥാർത്ഥ്യബോധമുള്ള കണക്കെടുപ്പിന് വേണ്ടിയായിരുന്നു ഈ രീതി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അനുഭാവി വോട്ടുകൾ കൂടി ചേരുമ്പോൾ നിസ്സാര സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണത്തിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മധ്യ കേരളത്തിൽ എറണാകുളത്തും തൃശ്ശൂരിലും കോട്ടയത്തും ഇടുക്കിയിലും തിരിച്ചടികളുണ്ടാകും. എന്നാൽ പത്തനംതിട്ട ജില്ല പൂർണ്ണമായും ഒപ്പം നിൽക്കും. ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് 8000 വോട്ടിന് മുകളിൽ ജയിക്കുമെന്നാണ് പാർട്ടി ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. മലപ്പുറത്ത് പ്രതീക്ഷ വെച്ച 3 സീറ്റുകളിൽ പൊന്നാനിയിലും തിരൂരിലും കടുത്ത മത്സരം നേരിട്ടുവെന്നും ഈ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. പിണറായി വിജയൻ ഇവിടെ കണ്ണൂരിലായതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തില്ല. അദ്ദേഹം പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം ഒരു കമ്പനി മുതലാളിയാണ്. ഈ CPM എന്നൊരു പാർട്ടിയുടെ മുതലാളിയാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ആകാമെന്നുള്ളൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ പങ്കെടുത്തിട്ടില്ല. ഈ പാർട്ടിയുടെ ഒരു കണ്ടെത്തൽ തൃശ്ശൂരിലും എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും ശക്തമായ തിരിച്ചടി പാർട്ടിക്ക് നേരിടുമെന്നാണ്. ഇടുക്കി നമുക്കറിയാം, M.M. മണിയുടെ ഇടുക്കി, CV വർഗീസിൻ്റെ ഇടുക്കി, പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള തോട്ടം മേഖലകൾ ഉള്ള ഒരു ജില്ലയാണ് ഇടുക്കി. അവിടെ പോലും തങ്ങൾക്ക് സ്വാധീനം നഷ്ടപ്പെടുമെന്ന് പാർട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല പത്തനംതിട്ടയിൽ തങ്ങൾക്ക് അനുകൂലമായിരിക്കും ജനവിധി എന്നാണ് അവർ കരുതുന്നത്. പത്തനംതിട്ട നമുക്കറിയാം, ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. അവിടെ ശക്തമായിട്ടുള്ള ഒരു വികാരം, അതായത് പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ 90 ദിവസത്തോളം ജയിലിൽ കിടന്ന ഒരു ജില്ല കൂടിയാണത്. അവർ പത്മകുമാറിൻ്റെ ഒരു ജില്ല കൂടിയാണ്. അവിടെ CPM അനുകൂല തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും തങ്ങളുടെ തോൽവി ഇപ്പോഴും അംഗീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കണ്ണൂരിലും പയ്യന്നൂരിലും ഉൾപ്പെടെ ആക്രമണങ്ങൾ ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്ത് അടിസ്ഥാനത്തിലാണ്? ഇനി അണികളെ ബോധ്യപ്പെടുത്താനാണോ എന്ന് എനിക്കറിയില്ല. കാരണം അണികളിൽ പലരും ഈ ഒരു മെയ് 4 കൊണ്ട് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പലരും ഇവിടെ വലിയ രീതിയിൽ അർമാദിച്ചു നടന്നു. ഇനി മെയ് 4 കഴിഞ്ഞാൽ ഉള്ള ഗ്രിപ്പൊക്കെ കൂടി പോകും, ആളുകളൊക്കെ കൈവയ്ക്കുമോ എന്നുള്ളൊരു ഭയം പല പ്രാദേശിക അന്തങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്തങ്ങളൊക്കെ പാർട്ടി മാറുമോ, അതോ ഇനി അടുത്ത ജോലി തേടി വേറെ എങ്ങോട്ടെങ്കിലും പോകുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഒരുപക്ഷെ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്താനായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു തള്ളി മറിച്ചത് എന്നുള്ളതാണ്. ഇടത് സൈബർ ഇടങ്ങളിൽ നമുക്ക് അറിയാം, ഇടത് സൈബർ ഇടങ്ങളിൽ ഇപ്പോഴും അവർ പറയുന്നത് 90 സീറ്റിന് മുകളിൽ നേടി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. 35 കൊല്ലത്തിനിടയിലെ ഏറ്റവും കനത്ത പോളിംഗ് ആണ് ഈ കഴിഞ്ഞ 9-ാം തീയതി കേരളത്തിൽ നടന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത പിണറായി വിരുദ്ധ ഭരണപക്ഷ വികാരമാണ് ജനങ്ങളിൽ പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും എന്തു ചെയ്തും ജോലി നഷ്ടപ്പെടുത്തി ഒരു ദിവസം വോട്ട് ചെയ്താലും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന് വോട്ട് ചെയ്തിട്ട് പോയാലും എന്ത് നഷ്ടം വന്നാലും സാരമില്ല, പിണറായി വിജയൻ എന്ന അധമനായ ഏകാധിപതിയായ മുഖ്യമന്ത്രിയെ ഇറക്കി വിടണമെന്ന ഒരു ചിന്തയാണ് കേരളത്തിലെ വോട്ടർമാർക്കുള്ളത്. അതാണ് തെളിയിച്ചത്. ഏറ്റവും ചരിത്രത്തിൽ തന്നെ 35 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പോളിംഗ് ആയി കേരളത്തിൽ നടന്നത്. ഈ ഒരു ചിന്ത, പിണറായി വിജയനെ പുറത്താക്കണമെന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് കേരളത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത്. 35 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും കനത്ത പോളിംഗ് കേരളത്തിൽ നടന്നത് എന്നുള്ളതാണ്. ഈ കാര്യം ഇതുവരെ അന്തം കമ്മികൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി മെയ് 4-നാണ് വിഷയം. മെയ് 4-ന് എന്തായാലും തോൽവി ഏറെക്കുറെ ഉറപ്പായി. മാധ്യമങ്ങളും മറ്റുള്ളവരും എല്ലാം കണക്ക് കൂട്ടിയെടുത്തിരിക്കുന്നത് നമ്മളെല്ലാം കണക്ക് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷം പച്ചപിടിക്കില്ല, UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇനി അങ്ങനെ മാറ്റി ചിന്തിക്കണമെങ്കിൽ മെയ് 4 കഴിയണം. പക്ഷേ ഇപ്പോഴും CPM-കാർക്ക് അക്കാര്യം മനസ്സിലായിട്ടില്ല. ഇനി ഇവരെ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. വേറെ എന്തും നമുക്ക് ചെയ്യാം, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ കഠിനമായ മറ്റൊരു പ്രവൃത്തി ലോകത്ത് വേറെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും മെയ് 4 കഴിയുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, അതായത് തങ്ങൾ തോറ്റു എന്ന് അന്തം കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.